അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ല വർത്താനം. അപ്പൊ നമുക്ക് പ്രേക്ഷകരെ നമ്മളെ മലപ്പുറം തനിമന്റെ പോഡ്കാസ്റ്റ് സ്വാഗതം ചെയ്യല്ലേ. ചെയ്തോളി, ധൈര്യമായിട്ട് ചെയ്തോളി. നമ്മളെ മലപ്പുറം ഭാഷ പ്രയോഗങ്ങള് നാട്ടുവർത്താനൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് കൂടെ ഒന്ന് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മളെ കൂടെ ഉള്ള നമ്മളെ സാദിഖ് ഭായി ആണ്. ഞങ്ങൾ രണ്ടാളിപ്പോ ഇവിടെ ബഹ്റൈനിലുണ്ട്. ഇൻഷാ അല്ലാഹ് മുമ്പ് തുടങ്ങും. അതിപ്പോ എനിക്ക് എത്രത്തോളം ആ ഒരു ഭാഷ കിട്ടുന്ന ഉറപ്പില്ല കേട്ടോ. കുറെ കാലമായില്ലേ? 13 കൊല്ലമായി ഇപ്പൊ ബഹ്റൈനിൽ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ആളുകളൊക്കെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വ്യത്യസ്ത തരം നാട്ടുവർത്താനങ്ങൾ പറയുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അവരോടൊക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പം അവരുടെ ഭാഷ കൂടി നമ്മുടെ സംസാരത്തിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ കടന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഈ സംസാരങ്ങളൊക്കെ നമ്മളെ സംസാരത്തിന്റെ ഇടയ്ക്ക് കടന്നു കൂടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മള് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഒരിക്കലും ഒരു മലപ്പുറത്തരം പറയില്ല. ആ വർത്താനം കയറി കൂടിക്കണെന്നേ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സാധനം വരണുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എത്രത്തോളം നിങ്ങളിപ്പോ കുറച്ചു കാലം ഇങ്ങനെ മലപ്പുറത്താരെ കൂടെ കൂടിയ റെഡി ആവും ചെയ്യും. നമ്മള് രണ്ടാളും തന്നെ വർത്താനം പറഞ്ഞ കുറെയൊക്കെ ആ സാധനം വരും. പക്ഷെ നമുക്ക് നോക്കാം എത്രത്തോളം നമ്മളെ ഭാഷനോട് നീതി പുലർത്താൻ പറ്റുന്നുള്ളത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ നമ്മളല്ലേ നമ്മളെ മലപ്പുറത്തിന്റെ ഒരു തനിമണ്ടല്ലോ മറ്റു ഭാഷകളിൽ നിന്ന് മലപ്പുറത്തിനെ വ്യത്യസ്തമാക്കണം. ചില പ്രയോഗങ്ങൾ ചിലപ്പോ എനിക്ക് തോന്നുക നമ്മളിപ്പോ മലപ്പുറത്തേർ പോയിട്ട് കാസർഗോട്ടേര് വർത്താനം പറഞ്ഞാൽ അവർക്കൊന്നും ചിലപ്പോൾ തിരിയുണ്ടാവില്ല, നമ്മളെ പ്രയോഗങ്ങളൊന്നും തിരിയുണ്ടാവില്ല. ചിലപ്പോൾ കോട്ടയംകാരോട് പറഞ്ഞാൽ തിരിയുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലേ മലപ്പുറം ഭാഷയിൽ? അതില് മലപ്പുറത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, മലപ്പുറം നടുക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ആ തലക്കുള്ളവരായാലും ഈ തലക്കുള്ളവരായാലും ഓല് പറഞ്ഞ വർത്താനൊക്കെ നമുക്ക് തിരിയും. അതിന് കാസർഗോട്ടേര് പറഞ്ഞാലും തിരുവനന്തപുരത്തേര് പറഞ്ഞാലും നമുക്ക് തിരിയും. നമ്മളത് ഈ രണ്ടറ്റത്തുള്ളവർക്ക് തിരിയില്ല. ആ ഒരു വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് എനിക്ക് എന്നുള്ളത് നമ്മളെന്താ സാധാരണ പറയല്ലേ? എനിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഇച്ച് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങൾ തിരൂരങ്ങാടിയാണ്, ഞാൻ തിരൂരാണ്. നിങ്ങൾ കുറേ കൂടി പ്രോപ്പർ മലപ്പുറം ഭാഷയിലേക്ക് അല്ലെങ്കിൽ ആ സ്ലാങ്ങിലേക്ക് അടുപ്പുള്ള ആൾക്കാർ. നമ്മൾ പിന്നെ നമ്മളെ തുഞ്ചത്തെ എഴുത്തച്ഛന്റെ നാട്ടിൽ കുറച്ചൊരു ശുദ്ധ മലയാളം കയറി വരണുണ്ടാവും, ആ ഒരു കാറ്റടിച്ചിട്ട്. അപ്പൊ അതുണ്ടായി അടുത്ത് കൂടെ പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചിലപ്പോ കയറി വരും. ഈ പറഞ്ഞ ഇച്ച് എന്നുള്ളത് നമ്മളവിടെ കുറവാണ്. അരീക്കോട്, എടവണ്ണ ആ ഭാഗത്തൊക്കെ ഉണ്ട്, എടവണ്ണപ്പാറ ഈ ഭാഗത്തൊക്കെ ശരിക്കും നല്ലോണം ഇത് പ്രയോഗിക്കണേ കേട്ടിന്. എനിക്ക് വയ്യ എന്നുള്ളത് എനിക്ക് വയ്യ എന്നുള്ളത് എനിക്ക് വെജ്ജാന്ന് പറയും, പക്ഷെ എനിക്ക് എന്നേ പറയുള്ളൂ അവിടെ. ഞാൻ അരീക്കോട് ഭാഗത്തൊക്കെ കേട്ടിന് പെട്ടെന്ന് തീർക്കണോ എനിക്ക് വയ്യ. കോംപ്ലിക്കേഷൻസ് ഇല്ല, അതാണ് മലപ്പുറം ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കോട്ടയംകാരൻ വന്നിട്ട് പറയുന്ന ഒരു സംഭവം, നീ എനിക്കൊരു പുഴുവാണ് കേട്ടാന്ന് അത്ര ഉള്ള മലപ്പുറത്തിന്റെ കാര്യം. അയാള് കൊറേ കഷ്ടപ്പെട്ടാ പറഞ്ഞേ, എനിക്ക് നീ പുഴുവാണടാ, എനിക്ക് നീ അതാണ്, എനിക്ക് നീ ഒരു പുല്ല് വില തരുന്നുള്ള. എന്നോട് ചോദിക്കാണ്, അപ്പൊ ഞാന് തുഞ്ചത്തെഴുത്തച്ഛന്റെ നാട്ടിൽ ജനിക്കാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് വെച്ചാൽ അതിനിപ്പത്താന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്ര ഉള്ളൂ. പെട്ടെന്നാണ് ഓരോ പ്രയോഗങ്ങൾ തീർക്കുന്നത്. നമ്മൾ ഈ ഒരു നാട്ടുവർത്താനങ്ങൾ അതിന്റെ ആ തനിമയിൽ പറയണം. അച്ചടി ഭാഷ എഴുതാനും പ്രസംഗിക്കാനും ഉപയോഗിച്ചോളാം. ഇപ്പൊ ഞാന് ഒരു കണ്ണൂരുകാരെ നമ്മളെ അടുത്ത് വന്നിട്ട് അനക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞാൽ നമ്മള് മലപ്പുറത്തേരെ എങ്ങനെ മനസ്സിലാക്കുക? അല്ല, ചേളാക്കൊക്കെ കിട്ടും. അനക്ക് സുഖമില്ലാതെ വന്നിട്ടുണ്ടായ സുഖമില്ലാതെ വാപ്പാക്കാർ അനക്ക് എന്നുള്ള പറയുമ്പോ അല്ലെ. കാരണം അവിടെ അനക്ക് എന്ന് പറഞ്ഞാല് എനിക്ക്, നമ്മള് അനക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് അപ്പൊ അത് കിട്ടും. പേരടിക്ക് കിട്ടും. ഔത്തറിച്ച് കാലുന്നോ ഔത്തറിച്ച് കാലില്ല എന്നുള്ള അർത്ഥം നമ്മളെ നാട്ടിലുള്ള പ്രയോഗങ്ങളാണ്. അതേപോലെ ഇപ്പൊ മലപ്പുറത്ത് തന്നെ നമ്മളെ ഈ വളാഞ്ചേരി, അതേപോലെ ഈ പടപ്പറമ്പ്, ചട്ടിപ്പറമ്പ് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോല്ലേ, ആ ഏരിയക്കൊക്കെ പോകുമ്പോ പൊയ്ക്കണോയി വന്നുക്കണു ഈ പ്രയോഗം കാണാൻ പറ്റും. അവിടെ മാത്രല്ല, നമ്മളെ പെരിന്തൽമണ്ണ അങ്ങോട്ട് ബോർഡർ ഒരിക്കൽ എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മ എടാ ഇങ്ങോട്ട് ഓൻ വന്നുകൂടെ പോയിക്കണു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു ചങ്ങായി എന്നോട് പറഞ്ഞത് അറിയോ, ഓന്റെ അമ്മ വർത്തനം പറയുമ്പോ പഴയ നോക്കിയ ഫോണ് ബാറ്ററി ചെയ്യാനായ മാതിരി. അല്ല, അതന്നെ ഇപ്പൊ ഈ മലപ്പുറം എന്ന് പറയുമ്പോ ഈ താന്നൂര്, ഈ തീരദേശ മേഖലകളിലുള്ള ഡിഫറെന്റ് അല്ലെ. നമ്മള് അവർക്ക് മാത്രമുള്ള ഒരു പ്രയോഗം ഉണ്ട്. തീരദേശ പ്രദേശത്തുള്ള വീട് അഴിമുഖം ഭാഗത്താണ്, പടിഞ്ഞാറക്കര. അവിടെ തന്നെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വർത്താനം, ഇപ്പൊ ഈ
നമ്മള് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാല് എനിക്ക് ഫുള്ളില്ല അല്ലെങ്കിൽ ബുദ്ധിക്ക് കമ്മി ഉണ്ടോന്ന് ചോദിക്കില്ല. അതിന് പറയുന്നത് നീ പൊയ്ക്കര 80 80 വെച്ചാല് 100 തികഞ്ഞിട്ടില്ല, 80 എന്നുള്ളൊരു അർത്ഥമുണ്ടല്ലോ. ഓനൊരു 80 രണ്ടിന്റെ ബാക്കി കാണുന്നുള്ള 20% കുറവാണ്, ബുദ്ധി കമ്മിയാണെന്നുള്ളൊരു അങ്ങനത്തെ ഒക്കെ ഒരു ഇത് ആ ഏരിയയിലെ കേട്ടിട്ടുള്ളൂ. നീ പൊയ്ക്കടാന്നുള്ളതല്ല, പൊയ്ക്കറാന്ന് പറയാ, ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് അവിടെ കേട്ടിട്ടുണ്ട്. പാനാളൂര് ഭാഗത്ത് ഒക്കെ അവിടെ ഇയ്യാന്ന് പറയണേ, ഞാൻ ചെയ്തിട്ട് ഇയ്യാ പോയിട്ട് ഇയ്യാ, അങ്ങനെ ഒരു മാറ്റം വരുന്നവരുണ്ട്. ചിലപ്പോ എനിക്കത് ഇപ്പൊ കേൾക്കുമ്പോ ഒരു ദേഷ്യമായിട്ട് തോന്നും. അത് അതിന്റെ ഒരു തനിമയാണ്, ആ ഒരു രസത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാല് രസമാണ്. എല്ലാം ഇപ്പൊ കുട്ടികളോട് വർത്താനം പറയുമ്പോ നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവും. കുറെ കഥകളൊക്കെ പറയുമ്പോ നമ്മള് ആ സാധനം ശരിക്കും വരും. നമ്മള് രാവിലൊക്കെ മഴക്കാലം ഇങ്ങനെ കാത്തിക്കുമല്ലോ, വേനലിലാണ് നമുക്ക് പൊതുവെ മാങ്ങ ഉണ്ടാവില്ല, മൂച്ചിമേല് മാങ്ങ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ വേനൽ കഴിഞ്ഞ് നേരെ വർഷത്തിലേക്ക് കൊണ്ട് മാറുന്ന സമയത്ത് നല്ല കാറ്റടിക്കും, അതിൽ പൗത്താങ്ങ വീകണ ഒരു സമയമാണ്. അത് വീണോ നോക്കിയിട്ട് നമ്മള് കൊലായ്മ ഇങ്ങനെ ഇരിക്കും, അത് വീണ ഒരേട്ട ഓട്ടാണ് ചിലപ്പോ കാക്ക കൊത്തിയ കുജിലൊക്കെ മുകൂലേ, ഉറപ്പല്ല കുയ്യില് വീഴുക. പൗത്താങ്ങ പറഞ്ഞ് തിരിഞ്ഞിക്കണോന്ന് അറിയില്ല. പഴുത്ത മാങ്ങ മൂച്ചി എന്ന് പറഞ്ഞാല് നമ്മള് ശരിക്കും നമ്മളെ നാട്ടിലത്തെ പ്രയോഗങ്ങൾ ആസ്വദിക്കുന്നുണ്ടല്ലേ. മൂച്ചി നമ്മളെ നാട്ടിലെ പറയുള്ളൂ, വേറെ എവിടെയും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. മൂച്ചി പിരാന്തെന്ന് ചിലപ്പം പറയാം, ഈ മൂച്ചി വലിഞ്ഞു കയറുന്നോണ്ട് പറയുന്നത്. അപ്പൊ നമ്മളില്ലേ, നമുക്കിപ്പോ നമ്മളെ ആൾക്കാരോട് കേൾക്കുന്നവരോട് പറയാനുള്ളത്, മലപ്പുറത്തിനെ പറ്റി പൊതുവെ സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പല രീതിയിലുള്ള നരേഷൻസ് കാണാൻ പറ്റും. മലപ്പുറം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു പ്രത്യേക നാടാണ്, അവിടെ മുസ്ലിം ഭൂരിപക്ഷങ്ങൾ ജീവിക്കുന്ന നാടായതുകൊണ്ട് തന്നെ അവിടെ ബാക്കി ആർക്കും സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഇവിടെ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു സഹോദരൻ എത്ര ഐക്യത്തോടെ എത്ര സ്നേഹത്തോടെയാണ് ഈ മണ്ണിൽ ജീവിക്കണത്. നിങ്ങൾ ഏത് നിലക്ക് നോക്കിയാണ്, ഭക്ഷണമാണെട്ടെ, കൾച്ചറാട്ടെ, അല്ലെ, ഫുട്ബോളിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ മലപ്പുറത്തിന് അവകാശം പറ്റുന്ന പോലെ വേറെ ആർക്കും. ഈ ഒരു നരേഷൻ പൊതുവെ മീഡിയകൾ ഉണ്ടാക്കിയെടുത്ത സത്യം. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം, ഇപ്പൊ ആ വീടില്ല അവിടെ, അവര് പൊളിച്ചിട്ട് തിരൂർക്ക് മാറി. നമ്മള് തിരൂരിന്ന് ഒരു 14 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. എന്റെ ചെറുപ്പത്തില് അവിടെയുള്ള അംബികടത്തി എന്ന് പറയും. വീട്ടിലെ കൊലായി എന്നൊക്കെ പറഞ്ഞാൽ ഈ ചാണകവും ചളിയും കൂടെ കുഴച്ച് തേച്ച് ഉണക്കിയിട്ടുള്ള ഇതാണ്. നമ്മള് അവരെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഉച്ചഭക്ഷണത്തിന് നമ്മൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെയുള്ള അഖിലേഷിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ വന്നിട്ട് ചോറ് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, നമുക്ക് അവിടെ ഒന്നുമില്ല. ഇപ്പൊ ഇന്നാണെങ്കിൽ അത് മുസ്ലിം ആയിട്ടുള്ള ഞാന് ഹിന്ദു ആയിട്ടുള്ള അഖിലേഷിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചെന്ന് പറയും. മീഡിയ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ്. അവിടെ ഒരു മുസ്ലിം അമുസ്ലിം എന്നുള്ള വ്യത്യാസമില്ല, അവിടെ നമ്മൾ അയൽപക്കങ്ങളാണ്, ഒരുമിച്ച് കളിക്കുന്ന ആളുകളാണ്, സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. പക്ഷെ ആരാധനകളുടെ വിഷയം വരുമ്പോ നമ്മൾ അകൽച്ച പാലിക്കുന്നത് അത് നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ടാണ്. അത് അവർക്ക് അറിയും ചെയ്യാം. അത്രയും അത് അറിയുന്നവരുണ്ട് തന്നെ അവര് നമ്മൾ ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ വിളിക്കലില്ല. ഇപ്പൊ അവര് മാലട്ട സ്ഥിതിക്ക് നമ്മൾ അവരെ നിർബന്ധിക്കാറില്ല ഭക്ഷണം കഴിക്കാൻ, കാരണം അവർക്ക് അവരുടെ ആ വിശ്വാസം ഉണ്ട്, നമ്മള് അതിന് അവർക്ക് വകച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളെ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നമ്മൾ ആത്മബന്ധം ഒരു കൊല്ലത്ത് ഒരു 365 ദിവസത്തില് 360 ദിവസം നമ്മൾ ഓരോ കൂടെ കളിച്ച് അവരോട് സംസാരിച്ച് അവരെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങി എന്ന് പറഞ്ഞ പോലെ ജീവിക്കുന്ന ആൾക്കാര് ഒരു ദിവസം കൊണ്ട് നമ്മളെ ഒരു വർഗീയത കടന്നു കൂടൂലല്ലോ, ഒരിക്കലുമില്ല. അവർക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സത്യമാണ്. ശരിക്കും ഞാൻ മൊയന്തകൾക്ക് തിരിയില്ല, നമ്മളെ ഭാഷ പറഞ്ഞാൽ ഈ മൊയന്തേക്ക് തിരിയില്ല. ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ കാണാം, അതിന്റെ അടിയിൽ കമന്റ്സ് ഉണ്ടാവും. ആ കമന്റ്സ് നോക്കുമ്പോൾ ഉണ്ടാവും, ഞാൻ ഇന്ന ജില്ലക്കാരനാണ്, പക്ഷെ എനിക്ക് മലപ്പുറത്തേരെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മലപ്പുറം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയണത് എന്താ അറിയോ, നിങ്ങൾ ഈ ഒരു ചർച്ച കേട്ടിട്ട് മലപ്പുറത്തിനെ പറ്റി, മലപ്പുറത്തിന്റെ ഭാഷനെ പറ്റി, മലപ്പുറത്തിന്റെ സംസ്കാരത്തെ പറ്റിയിട്ടും അവിടുത്തെ നാട്ടുകാരെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്താ പറയുള്ളത്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എന്തായാലും ഇൻഷാല്ലാ ഇത്തരം ചർച്ചകളും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഇനിയും കാണാം. അപ്പൊ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും.